കാളിദാസ്, ഇപ്പോൾ എബി കൂടി ചേരുന്നുണ്ട്. എബി, എങ്ങനെയാണ് ഈ ഒരു ദൃശ്യ മികവ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്കിതിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? വിദ്യ, ഇന്ന് എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു ദൃശ്യം, ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും നേരം, അതായത് രാവിലെ 10 മണിയോടുകൂടി ഈ നെയ്തലക്കാവിൽ ഭഗവതിയുടെ തിടം പേറ്റിക്കൊണ്ട് ഈ തെക്കേ ഗോപുരനട തുറന്ന് പുറത്തേക്കിറങ്ങുന്ന വിളംബരം, പൂരത്തിൻ്റെ വിളംബരം, അത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയായിരുന്നു. 10 മണിയോടുകൂടിയായിരുന്നു പൂരത്തിൻ്റെ വിളംബരം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ അത് 12 മണി കഴിഞ്ഞിരിക്കുന്നു. 12:30 ഇത്തരത്തിൽ ഈ പൂരത്തിൻ്റെ വിളംബരം കാണുന്നത്. എന്തായാലും ആ സമയം അത്രയും ഈ കടുത്ത ചൂടിലും ഈ ഒരു വേനൽ ചൂടിനെ പോലും ഒരു തരത്തിലും വകവെക്കാത്ത തരത്തിൽ ആളുകൾ അതിനു വേണ്ടിയിട്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി ഏറ്റവും ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ സാധാരണ ഏതാണ്ട് നമ്മുടെ ഒരു കുടമാറ്റത്തിൻ്റെ സമയത്ത് ഏത് തരത്തിലാണോ ഇവിടെ ഈ ആളുകളുടെ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്നത്, അതിന് സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ നേരത്തെ ഒന്നും തന്നെ നമ്മൾ കാണാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള തിരക്ക് തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കാഴ്ചയുടെ സൗന്ദര്യം. അത് ഏത് നിലയ്ക്ക് അത് ആളുകൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അത് തന്നെയാണ് ഈ പൂരത്തിൻ്റെ വിളംബരത്തിൽ തന്നെ ഇത്തരത്തിൽ, അതായത് പൂരത്തിൻ്റെ കൊടിയേറ്റം മുതൽ തന്നെ വലിയ രീതിയിൽ കഴിഞ്ഞ മുമ്പെങ്ങുമില്ലാത്ത വിധമുള്ള തിരക്ക് അല്ലെങ്കിൽ ആ പൂരത്തിൻ്റെ ഒരു ആവേശം നമുക്ക് ഇത്തവണത്തെ പൂരത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഘടകപൂരങ്ങൾക്ക് കൊടിയേറ്റം കഴിഞ്ഞത് മുതൽ തന്നെ ഈ തൃശ്ശൂർ മുഴുവൻ ഒരു പൂരനഗരിയായി തന്നെ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് സമാനമായ രീതിയിൽ ഇന്നിപ്പോൾ ഈ പൂരത്തിൻ്റെ വിളംബരം അത് നടന്നിരിക്കുന്നു. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഈ പൂര കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ ഒരു കാഴ്ച ഇത് തന്നെയായിരുന്നു. ഈ തെക്കേ ഗോപുരവാതിൽ തുറന്ന് നെയ്തലക്കാവിൽ ഭഗവതി ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച, അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ഇത്രയും നേരം ഈ ചൂടിനെ ഒരു തരത്തിലും വകവെക്കാതെ ഈ ആളുകൾ, ഈ ജനസാഗരം തന്നെ, ഈ തേക്കിൻകാട് മൈതാനം ഒരു ജനസാഗരമായി എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തി ഒട്ടും തന്നെ ഉണ്ടാവില്ല എന്ന് പറയാം. ഇപ്പോൾ ആ തിടം പേറ്റിക്കൊണ്ട് ആ ഒരു ചടങ്ങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അനുഗമിക്കുകയാണ് ഈ ജനങ്ങൾ മുഴുവൻ. അവർ ഇത്രയും നേരം കാത്തിരുന്ന ആ ഒരു കാഴ്ച അത് കണ്ണുകളാൽ കണ്ടു എന്നുള്ളതിൻ്റെ ആ ഒരു സായുജ്യത്തിൽ തന്നെ അവർക്ക് ഇന്ന് എന്തായാലും മടങ്ങിപ്പോകാം. കാരണം അത്രമേൽ ആകാംക്ഷയോടെ, സ്നേഹത്തോടെ, അതിനുവേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള കാത്തിരിപ്പ് തന്നെയായിരുന്നു. അതിനാണ് ഇപ്പോൾ പരിസമാപ്തി ആയിരിക്കുന്നത്. എന്തായാലും ആ ഒരു കാഴ്ച അത് ഏറ്റവും മനോഹരമായി തന്നെ അവർ ആസ്വദിച്ച് കണ്ടിരിക്കുന്നു. ആ ഒരു ആഗ്രഹ പൂർത്തീകരണം എന്തായാലും എല്ലാവരുടെയും മനസ്സുകളിൽ, അതിൻ്റെ മുഖങ്ങളിൽ, അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് അതിൻ്റെ സന്തോഷം വായിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഈ കനത്ത ചൂട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി. ഇന്ന് സൂചിപ്പിച്ചതുപോലെ നട്ടുച്ചയാണ്. നട്ടുച്ചയ്ക്ക് പോലും ഈ ഒരു സമയത്ത് പോലും ചൂടിനെ വകവയ്ക്കാതെ എബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ വർഷവും എണ്ണം കൂടി വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അത്രയേറെ ജനസാഗരം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഇത് തീർച്ചയായും ലൈവായി കണ്ടതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ്? തീർച്ചയായും നമ്മൾ ഓരോ തവണ കാണുമ്പോഴും ആളുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം അത് തന്നെയാണ്. ഒപ്പം തന്നെ പൂരം ഓരോ തവണയും പുതുമയോടുകൂടി തന്നെ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നതും. ഓരോ തവണയും അതിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ള മനുഷ്യർക്ക് ഏറ്റവും അടുത്ത പൂരത്തിലും അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും അടുത്ത പൂരത്തിന് തീർച്ചയായും വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഈ പൂരത്തിൻ്റെ ഓരോ തവണത്തെ ഈ ചടങ്ങുകൾക്ക് ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. പക്ഷേ ഓരോ തവണയും ഇത് അവതരിപ്പിക്കപ്പെടുന്നത് പുതുമയോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് തന്നെയാണ് ഏറ്റവും അതിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ ആ ചൂട് അത് എത്രമാത്രം ഔന്നത്യത്തിൽ നിൽക്കുന്നുവോ അതിൻ്റെ 10 മടങ്ങ് അപ്പുറത്തേക്കാണ് ഈ പൂരത്തിനോടുള്ള പ്രണയം എന്നുള്ളതാണ് ഏറ്റവും അതിൽ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം. ആ പൂരപ്രേമം എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന ഓരോ തവണത്തെയും പൂരത്തിനെത്തുന്ന ആളുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവെന്ന് പറയുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഓരോ തവണ കഴിയും തോറും ഈ പൂരത്തിലേക്ക് സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. പൂരം കാണുന്നതിന്, പൂരം ആസ്വദിക്കുന്നതിന് സ്ത്രീ സൗഹൃദമാകുന്നു തൃശ്ശൂർ പൂരം എന്നത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് പ്രത്യേകമായ രീതിയിലുള്ള സംഘാടന മികവ് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ രാവിലെയൊക്കെ നമ്മളോട് സംസാരിച്ച ആളുകളെല്ലാം തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ പണ്ടുകാലത്തേക്കാൾ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. സ്ത്രീകൾ ഒരുപാട് ഈ പൂരത്തിലേക്ക്, പൂരം കാണുന്നതിന്, പൂരത്തിൽ പങ്കെടുക്കുന്നതിന്
പങ്കെടുക്കുന്നതിനൊക്കെയായി പങ്കാളികളാകുന്നതിനൊക്കെയായി വരുന്നു. അത് വലിയൊരു മാറ്റത്തിൻ്റെ സൂചന കൂടിയാണ് എന്ന് അടിവരയിട്ട് പറയുമ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പൂരത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും എല്ലാവർക്കും ഒരു തരത്തിലുള്ള വേർതിരിവുകളുമില്ലാതെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ആ നിലയ്ക്ക് തന്നെയാണ് പൂരത്തിൻ്റെ മുഴുവൻ സംഘാടനവും ഓരോ തവണയും മെച്ചപ്പെടുത്തി തന്നെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണ കഴിയും തോറും പൂരത്തിൽ ഈ ആളുകളുടെ എണ്ണത്തിൽ ഇത്രമാത്രം വർധനവുണ്ടാകുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പൂരത്തിൽ ഇത്രമാത്രം സ്ത്രീ പങ്കാളിത്തം കാണാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇത്തവണ എത്തുന്നവർ എല്ലാവരും തന്നെ അവർ ആ കാര്യം ആണയിട്ട് പറയുന്നുമുണ്ട്. അങ്ങനെ ഈ പങ്കാളിത്തം കൂടുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെയും എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് ഈ പൂരം എത്രമാത്രം സൗഹൃദപരമായിട്ട് നടത്തുന്നു അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. അത് തന്നെ നമുക്ക് ഓരോ വർഷവും അനുഭവപ്പെടുന്നു. ഓരോ വർഷവും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ക്രമപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും പൂരത്തിൻ്റെ ആവേശം അത് ഇന്നിപ്പോൾ പൂരത്തിൻ്റെ വിളംബരത്തോടു കൂടി അത് 10 മടങ്ങ് വർധനവിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും ഇനിയുള്ള 36 മണിക്കൂറുകൾ ഈ പൂരത്തിൻ്റെ ആവേശം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. തൃശ്ശൂർ മുഴുവൻ ഒരു പൂരനഗരിയായി മാറുന്നു. തൃശ്ശൂർ റൗണ്ട് അത് പൂരനഗരിയായി മാറുന്നു. തൃശ്ശൂർ മുഴുവൻ ഒരു പൂരനഗരിയായി മാറുന്നു. ലോകത്തിന് മുന്നിൽ തൃശ്ശൂർ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്, ലോകത്തിന് മുന്നിൽ ഈ തൃശ്ശൂർ പൂരം അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ ഘട്ടത്തിലും ഓരോ പൂരത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. അത് തന്നെയാണ് ഇത്തവണയും ആവർത്തിക്കപ്പെടുന്നത്. പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഒരിക്കലും ഉണ്ടാകുന്നില്ല. പക്ഷേ ഓരോ തവണയും അവതരിപ്പിക്കപ്പെടുന്ന പൂരം അത് പുതുമയോടുകൂടി തന്നെ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തെ പൂരങ്ങളുടെ പൂരം എന്ന നിലയ്ക്ക് തന്നെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. 8 ഘടകപൂരങ്ങൾ അവർ ചേർന്നുള്ള ഈ തൃശ്ശൂർ പൂരം അത് 8 ഘടകപൂരങ്ങൾ മാത്രമല്ല, അത് ലോകത്തിന് മുന്നിലേക്ക് കേരളത്തെ നമ്മുടെ സംസ്കാരത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു കാഴ്ച തന്നെയായി തന്നെ തൃശ്ശൂർ പൂരത്തെ അടയാളപ്പെടുത്തുന്നു. തൃശ്ശൂർ ലോകത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഇത്തരത്തിൽ വിസ്മയങ്ങളുടെ ഒരു കാഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ അത് തർക്കമില്ല. തൃശ്ശൂർ പൂരം ആ നിലയ്ക്ക് തന്നെയാണ്. ഇന്നിപ്പോൾ പൂരത്തിൻ്റെ വിളംബരം പൂർത്തിയായിരിക്കുന്നു. അത് ഇനി ഉള്ള മണിക്കൂറുകൾ തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ ഒരു പൂരനഗരിയാകും. ഈ ഒരു പൂര വിളംബരം പൂർത്തിയായിരിക്കുന്നു. ഇനി